മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC മാത്തമാറ്റിക്സ് ക്രാഷ് കോഴ്സിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന യൂണിറ്റിലെ മൊഡ്യൂൾ 1 പാർട്ട് 3. സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8th term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? ആദ്യം ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് എന്താണ് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ, വാട്ട് ഈസ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? ഇത് nth ടേമിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ xn ഈക്വൽസ് dn പ്ലസ് f മൈനസ് d എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനുശേഷം നമ്മൾ ചിന്തിക്കണം, ഇതനുസരിച്ച് ചെയ്യണമെങ്കിൽ d അറിയണം, f അറിയണം. അപ്പോൾ d എത്ര തന്നിട്ടില്ല, f എത്ര തന്നിട്ടില്ല, അപ്പൊ d f തന്നിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യും? അപ്പൊ അതിനുള്ള ക്ലൂ നമുക്ക് നോക്കാം. 8th term of an arithmetic sequence is 12. 8th term is 12 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 12th term is 8. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് d കണ്ടെത്താനായിട്ട് പറ്റും. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈക്വൽസ് d ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ d കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം xn മൈനസ് xm ബൈ n മൈനസ് m, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സ്റ്റുഡൻസ്, നമുക്ക് ആദ്യം തന്നെ xn മൈനസ് xm, 12ാമത്തെ ടൈം 8 ആണ് അല്ലേ? അപ്പൊ 8ൽ നിന്ന് 12 ആണ് മൈനസ് ചെയ്യേണ്ടത് കേട്ടോ. വലുതിൽ നിന്ന് ചെറുതല്ല നമ്മൾ കുറയ്ക്കേണ്ടത്. 12th ടൈമിൽ നിന്ന് 8th ടൈം ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 8 മൈനസ് 12 ബൈ 12 മൈനസ് 8 ഇങ്ങനെയാണ് വരിക, ഈക്വൽസ് d എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 8 മൈനസ് 12 എന്ന് വെച്ചാൽ മൈനസ് 4 ആണ്. 12 മൈനസ് 8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ആണ്. അപ്പോൾ d എത്ര വരും? -4 ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് -1 ആണ്. അപ്പൊ d എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ d -1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും കൂടെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. കിട്ടേണ്ട ഫസ്റ്റ് ടേം നമുക്ക് പലതരത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് നമ്മൾ ഈ ടേം ഡിഫറൻസ് തന്നെ വെച്ചുകൊണ്ട് നമുക്കത് ചെയ്ത് നോക്കാം. 8th ടേം 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പൊ ഇത് വെച്ച് ടേം ഡിഫറൻസ് വെച്ച് നമുക്ക് നോക്കാം. 8th ടേം 12 ആണ്. അപ്പൊ 12 മൈനസ് x1 അല്ലെ, ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊസിഷൻ എഴുതുക. പൊസിഷൻ 8 മൈനസ് 1 എന്നാണ് എഴുതേണ്ടത്, ഈക്വൽസ് -1. d കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 12 മൈനസ് x1 ഈക്വൽസ് -1 ഇൻറ്റു 8 മൈനസ് 1 7 ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പോൾ അതിന്റെ ആൻസർ അപ്പൊ ഇങ്ങനെ വരുന്നത് 12 മൈനസ് x1 ഫസ്റ്റ് ടേം ഈക്വൽസ് -7 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടാൻ പോവുകയാണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുവന്നു അല്ലെ? ഇതിനെ ഈ ചിഹ്നത്തോടു കൂടെ ഈ ഈക്വലിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഈ -7 ഇങ്ങോട്ടേക്കും കൊണ്ടുവരണം. അപ്പൊ x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 പ്ലസ് 7 ആണ്, എന്ന് വെച്ചാൽ 19 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം 19 ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം 19 എന്ന് കിട്ടി, f എന്ന് പറഞ്ഞാൽ 19 എന്ന് കിട്ടി. അപ്പോ f 19 എന്നും കിട്ടി, f ഈക്വൽസ് 19, അതുപോലെ d ഈക്വൽസ് -1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ nth ടേം നമ്മൾ എഴുതാൻ പോവുക. nth ടേം എന്ന് പറഞ്ഞാൽ ആദ്യം an പ്ലസ് b ആണ്. എന്ന് വെച്ചാൽ അർത്ഥം എയുടെ സ്ഥാനത്ത് നമ്മൾ എഴുതേണ്ടത് d ആണ്. d എന്ന് പറഞ്ഞാൽ -1n എന്നാണ് എഴുതേണ്ടത് അല്ലെ? -1n. ഇനി പ്ലസ് ബിയുടെ സ്ഥാനത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം എത്രയാണെന്ന് ആദ്യം തന്നെ നോക്കുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 19 ആണ് അല്ലെ? അപ്പോൾ 19ഉം
ഈ -1 കൂടെ അല്ലെ. ഈ -1നെ എന്ത് ചെയ്താൽ 19 കിട്ടുമെന്ന് നമ്മൾ നോക്കണം. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 20 +20, രണ്ടും എതിർ ചിഹ്നങ്ങളായതുകൊണ്ട് -1ഉം +20 വന്നാലാണ് 19 കിട്ടുള്ളൂ. കാരണം ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്ന ആൻസർ ആണ് 19 എന്ന് കിട്ടേണ്ടത് അല്ലെ, ഫസ്റ്റ് ടേം ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ ഇത് -1 ആയതുകൊണ്ട് നമ്മളിവിടെ 18 എന്ന് എഴുതി വെക്കരുത്. 18 എന്ന് എഴുതിയാൽ ഇത് +18 -1 ആയതുകൊണ്ട് അത് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 17 ആയി പോകും. അപ്പൊ അതുകൊണ്ട് 20 +20ഉം -1ഉം ആണ് വന്നാലാണ് 19 കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് വരുന്നത് 20 - n. കാരണം ഈ നെഗറ്റീവ് വരുന്നത് നമ്മൾ സാധാരണയായിട്ട് ആദ്യം എഴുതാറില്ല. അപ്പോൾ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. 20ന്റെ ചിഹ്നത്തോടു കൂടെ അങ്ങ് എഴുതുക +20, എന്നിട്ട് -1n എന്നുള്ളത് -1n അല്ലെങ്കിൽ n എഴുതിയാലും മതി. അപ്പൊ 20 - n ആണ് ഇതിന്റെ nth ടേം. അപ്പോൾ xn = 20 - n. സ്റ്റുഡൻസ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ട് 6, 10, 14 അല്ലെ. അപ്പൊ f എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് നമുക്കറിയാം, d എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമുക്കിവിടെ എടുത്തെഴുതാം. f എന്ന് പറഞ്ഞാൽ 6, d എന്ന് പറഞ്ഞാൽ 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, 4. വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം. 10th ടേം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10th ടേം. 10th ടേം എന്ന് വെച്ചാൽ x10 കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ആൾജിബ്രൈക് ഫോം, ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 10th ടേം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 10th ടേം കണ്ടുപിടിക്കാനായിട്ട് xn = dn + f - d ഈക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 10th ടേം കണ്ടുപിടിക്കാൻ x10 ആണ്. അപ്പൊ ഡിയുടെ സ്ഥാനത്ത് d എത്രയാ 4 × n എന്ന് പറഞ്ഞാൽ 10th ടേം, അപ്പൊ 10 ഇടണം, പ്ലസ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം 6 ആണ്. 6 - d എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 40 + 6 - 4 2 ആണ്, = 42. അപ്പൊ 10th ടേം 42 ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. 42 10th ടേം. ഓക്കെ, then what is its algebraic form? Algebraic form അറിയാനായിട്ട് നമുക്കറിയാം xn = an + b ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് എഴുതേണ്ടത് എന്തെന്നാ, പൊതുവ്യത്യാസം അല്ലെങ്കിൽ d ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മളിവിടെ 4 എന്ന് എഴുതും. ഇനി n അവിടെ തന്നെ എഴുതി. ഇനി ബിയുടെ സ്ഥാനത്ത് എത്രയാണെന്ന് എഴുതേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ടേം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം 6 ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. അപ്പൊ ഇവിടെ 2 കൂടെ ചേർത്താൽ മതി. 4 × 2 = 6. ഓക്കെ, അപ്പോൾ ഇതിന്റെ xn = 4n + 2. സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ നമുക്ക് ആൾജിബ്രൈക് ഫോം ആണ് തന്നിരിക്കുന്നത്. 4n + 1 ആണ് തന്നിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് എത്രയാണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4? നമുക്ക് ഓരോന്നിനെ ആൻസർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് xn = 4n + 1 തന്നിട്ടുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് അറിയണമെങ്കിൽ, അപ്പോൾ ഇതിനകത്ത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് ഈ എന്നിന്റെ ഇപ്പുറ കിടക്കുന്ന സംഖ്യയായിരിക്കും. ഇപ്പൊ d4 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫസ്റ്റ് ടേം ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് ടേം 5 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് എന്തെന്നാണ് ഇപ്പൊ തന്നെ എഴുതാൻ പറ്റും. ഫസ്റ്റ് ടേം 5, കോമൺ ഡിഫറൻസ് 4. അപ്പോൾ 5 ഉം 4 ഉം 9, 9 ഉം 4 ഉം 13, ഇങ്ങനെ നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേമും വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ ടേമിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ റിമൈൻഡർ വന്നെന്ന് നോക്കുക. 1 ആണ് റിമൈൻഡർ വരിക അല്ലെ. 5നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 4, 1 × 4 4, ബാലൻസ് റിമൈൻഡർ 1. ഇതിനാണെങ്കിൽ 4 2, 4 × 2 8, ബാക്കി 1. ഇത് 4 × 3 12, റിമൈൻഡർ 1. ഓക്കെ, അങ്ങനെ 1 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 1 ആണ്.
ഫസ്റ്റ് ടേം നമുക്ക് 5 എന്ന് കിട്ടി, കോമൺ ഡിഫറൻസ് നമുക്ക് 4 എന്ന് കിട്ടി. ഓക്കെ സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 17 ആൻഡ് ഇറ്റ്സ് 10th ടേം ഈസ് 32. അങ്ങനെ തന്നിരിക്കുന്നത്, രണ്ട് ഡാറ്റകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ടേം ഈസ് 17, അതുപോലെ 10th ടേം ഈസ് 32. കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഡി എത്രയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് അറിയണം, എഫ് എത്രയാണെന്ന് അറിയണം. ഇനി 92, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 92 ഇൻ ദി സീക്വൻസ്. ഈ സീക്വൻസിൽ 92 ഉണ്ടോ എന്നല്ല ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എത്രാമത്തെ പൊസിഷൻ ആയിരിക്കും, അത് എത്രാമത്തെ ടേം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഡി നമുക്ക് കണ്ടുപിടിക്കാം. ഡി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് രണ്ടും തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ ഇടയ്ക്കുള്ള രണ്ട് ടേംസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഈക്വൽസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനും ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി 92 ഇതിലെ ടേം ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ വെച്ച്, എന്ന് വെച്ചാൽ എക്സ് എൻ ഈക്വൽസ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ള ഇക്വേഷൻ വെച്ച് ഇതിനകത്ത് എൻ എത്രയാണ്, ഈ എൻ എത്രയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എയുടെ ആൻസർ കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ടേം ഡിഫറൻസ് നോക്കുക. ടേം ഡിഫറൻസ് ഡി ഈക്വൽസ് 32 മൈനസ് 17 ബൈ, ഇനി ടേംസ് നോക്കുക, 10 മൈനസ് 5. അപ്പൊ 32 17. അതുപോലെ 32 എന്ന് പറഞ്ഞാൽ 10th ടേം ആണ്, 17 എന്ന് പറഞ്ഞാൽ 5th ടേം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ 15 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ 5 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 3 എന്ന് കിട്ടും. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം നമുക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടേം നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ 5th ടേം 15 ആണെന്നുള്ള അതെടുത്തുകൊണ്ട് നമുക്ക് കണ്ടെത്താം. അപ്പോൾ 5th ടേം 17 ആണ്. ഫസ്റ്റ് ടേം എത്രയാണെന്ന് നമുക്കറിയില്ല, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് പൊസിഷൻ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും എടുക്കാം. അപ്പൊ ടേം ഡിഫറൻസ് എടുക്കുമ്പോൾ 17 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ അറിയാൻ പാടില്ല. അത് ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ്. അപ്പൊ ടേം ഡിഫറൻസ് നമ്മൾ എഴുതി. ഇനി പൊസിഷൻ ഡിഫറൻസ് 5 മൈനസ് 1 ഈക്വൽസ് ഡി എത്രയാണെന്നറിയാം, 3 എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ഇനി ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ 5 മൈനസ് 1 4 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 17 മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽസ് 17 മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽസ് 3 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 12, അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ മൈനസ് x1 നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ അത് x1 ആയിട്ട് മാറും. ഓക്കെ, ഈ 12 ഇപ്പുറത്തേട്ട് കൊണ്ടുവരാം. അതപ്പോ ഇപ്പൊ പ്ലസ് 12 ആണ്, അത് അപ്പുറത്തേട്ട് മൈനസ് 12 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ 17, ഈ 12 അപ്പുറത്തേട്ട് പോകുമ്പോൾ മൈനസ് 12. അപ്പോൾ നമുക്കതിന്റെ ആൻസർ കിട്ടി. x1 അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം 5 ആണ്. സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മുടെ മുന്നിലുള്ളത് 92 എത്രാമത്തെ ടേം ആണെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അതിന് ഞാനിവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചൊന്ന് ചെയ്തു നോക്കാം. 92, അപ്പൊ ഈ എക്സ് എൻ 92 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ഥാനത്ത് എക്സ്എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് 92 എഴുതണം. അപ്പൊ 92 തന്നിട്ടുണ്ട് ഈക്വൽസ് ഡി എൻ. ഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 3 ആണ്. എൻ എത്രയാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു എൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഫ് കിട്ടിയിട്ടുണ്ട്. എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ആണ്, അത് 5 ആണ്. മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ഡി നമുക്കറിയാം 3 ആണ്. അപ്പൊ നമുക്ക് 92 ഈക്വൽസ് അല്ലെ 3n പ്ലസ് 2 എന്നാണ്
നമുക്ക് വരുന്നത്. അപ്പോൾ 3n + 2 = 92 അല്ലേ? അപ്പോൾ 3n മാത്രം ഇവിടെ നിർത്തുക. ഓക്കെ, അപ്പോൾ 92 ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ +2 നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് -2. അപ്പോൾ ആൻസർ എത്ര വന്നു? 3n = 90 എന്ന് വന്നു അല്ലേ? അപ്പോൾ n = 90/3. അപ്പോൾ എത്രന്ന് വരും? 30 എന്ന് വെച്ചാൽ 30th ടേം ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 30th ടേം ആണ്. ഇത് 30th ടേം ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. ഡി എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി. മൊഡ്യൂൾ 1 നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന്, സമാന്തര ശ്രേണിയിൽ നിന്ന് സാധാരണമായിട്ട് ജനറൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഓരോന്നേ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് അനവധി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ഇതിനകത്ത് പല മോഡൽസ് ഉണ്ട്. ഏകദേശം 10-100 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ധാരണകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ വളച്ചോടിച്ചോ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റ് ചാപ്റ്ററുകളിലൊന്നും ഇങ്ങനെ പല മോഡലുകൾ ഇല്ല. എന്നാൽ ഇതിനകത്ത് പല സ്റ്റൈലിൽ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മാത്രം കൂടുതൽ മോഡലുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില വീഡിയോസിന് 10 മിനിറ്റിന് മുകളിലേക്കൊക്കെ ദൈർഘ്യം വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ അത് കാണുക. ഓക്കെ, മൊഡ്യൂൾ 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം.